ഇവിടെ ഒരാൾ ഒത്തിരി വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഇരുമ്പ് കതക് തുറന്ന് അകത്തേക്ക് കയറുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിനകത്താണ് എടുത്താലും തീരാത്തത്ര സ്വർണ്ണനിധിയുള്ളത്. കുഞ്ഞിലെ മുതൽ തന്നെ അത് എടുക്കണമെന്നുള്ളതാണ് അവന്റെ ജീവിത ലക്ഷ്യം. ഇപ്പോൾ വലുതായതും അത് എടുത്തേ മതിയാവൂ എന്ന തീരുമാനത്തോടെ അവിടേക്ക് വരുന്നു. ഒത്തിരി നാൾ അവിടെ തന്നെ താമസിച്ച് അവസാനം അത് കണ്ടുപിടിക്കുന്നു. അവിടെ നിന്നെടുത്ത നിധിയുമായി വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ വൈഫിന് പോലും മനസ്സിലാവാത്തത്ര മാറിയിരിക്കുന്നു. അതിനുശേഷം അതിൽ നിന്നൊരു നാണയമെടുത്ത് അവന്റെ ഫ്രണ്ടിനോട് കടം വാങ്ങിയത് തിരികെ കൊടുക്കാനായി പോകുന്നു. അതുപോലെ തന്നെ ആ കൊട്ടാരത്തിൽ നിന്ന് കുറച്ചായി സ്വർണ്ണ നാണയം എടുത്തുകൊണ്ടുവന്ന് അവന്റെ മുഴുവൻ കടവും തീർക്കുന്നു. കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ വലിയൊരു പണക്കാരനായി മാറുന്നു. അത് കണ്ട അവന്റെ ഫ്രണ്ടിന് അവന് എവിടെ നിന്നാണ് കാശ് കിട്ടുന്നതെന്ന് അറിയാൻ ആഗ്രഹം തോന്നുന്നു. അതിനായി അവൻ അറിയാതെ ആ കൊട്ടാരത്തിലേക്ക് വരുന്നു. ഫ്രണ്ട് ഇവിടേക്കാണ് വന്നതെന്ന് മനസ്സിലാക്കി ഇവനും പുറകെ തന്നെ ഇവിടേക്ക് വരുന്നു. അതിനുശേഷം അവൻ കാണെ തന്നെ ഒരു ടിഫിൻ ബോക്സും കൊണ്ട് ഒരു കിണറിനകത്തേക്ക് കയർ കെട്ടി ഇറങ്ങുന്നു. ഇതെല്ലാം ഇവന്റെ ഫ്രണ്ട് മറിഞ്ഞിരുന്ന് കാണുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ ടിഫിൻ ബോക്സിൽ അത് സ്വർണ്ണ നാണയവുമായി വരുന്നു. അത് കണ്ടതും ഇവന് അതിനകത്ത് എന്താണുള്ളതെന്ന് അറിയാൻ ആഗ്രഹം തോന്നുന്നു. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയതും ഇവൻ ആ കിണറിനകത്തേക്ക് ഇറങ്ങുന്നു. നോക്കുമ്പോൾ അവൻ കൊണ്ടുവച്ച ടിഫിൻ ബോക്സ് തുറക്കാതെ വെച്ചിരിക്കുന്നു. അതിനകത്ത് എന്താണുള്ളതെന്ന് അറിയാൻ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് മാവ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാവ ഇരിക്കുന്നു. പക്ഷെ അവനത് കയ്യിലെടുത്ത അടുത്ത സെക്കൻഡിൽ വ്യത്യസ്തമായ ഒരു ജീവി വന്ന് അവനെ പിടിച്ചുകൊണ്ടു പോകുന്നു. ആക്ച്വലി ആ ഫുഡ് അതിന് കൊടുത്താൽ അതിന്റെ പുറകിൽ നിന്ന് ഒത്തിരി സ്വർണ്ണ നാണയം കിട്ടും. പക്ഷെ അതിന്റേതായ സേഫ്റ്റിയോടെ വേണം അതിന് ഫുഡ് കൊടുക്കാൻ. അതറിയാതെ അവൻ അകത്ത് വന്ന് ആ ജീവിയുടെ കയ്യിൽ പെടുന്നു.